റാം നാരായൺ റാം. ഒരു വസ്തു നിർമ്മിക്കാൻ ബുദ്ധി ഉപയോഗിക്കേണ്ടതുണ്ട്. അത് സ്വതയായി ഉണ്ടാകില്ല. ഒന്നുണ്ടായാൽ മറ്റൊന്നുണ്ടായിരിക്കും. അച്ഛൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് മുത്തശ്ശനും ഉണ്ടാകുന്നത്. ഇത് തുടരുകയാണ്. ഇതിന് അവസാനമില്ല. ഈ യാത്രയിൽ ഇത് എവിടേക്കാണ് എത്തിയത് എന്നത് ഒരു രഹസ്യമാണ്. ഈ യാത്രക്കിടയിൽ ആര് വരുന്നു, ആര് പോകുന്നു, എവിടേക്ക് പോകുന്നു, പിന്നെ വീണ്ടും എന്തുകൊണ്ട് വരുന്നു എന്നത് മനസ്സിലാവുന്നില്ല. ഇത്ര മനോഹരമായ ഒരു വ്യവസ്ഥ ഒരുക്കിയവർക്ക് തീർച്ചയായും അത്യുത്തമമായ ബുദ്ധിയുണ്ട്. കാരണം നിരാശയില്ലാതെ അഭാവം മനസ്സിലാകില്ല. അതിനുശേഷം മനസ്സിലാക്കപ്പെടുന്നത് എല്ലാമുണ്ടെന്നതാണ്. ഒരുക്കാനുള്ള ബുദ്ധിശക്തി നമ്മുടെ അകത്താണ്. വെറും അതിനെ പ്രയോഗിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരാൾ ഒന്നാമൻ ആകുന്നു, മറ്റൊരാൾ രണ്ടാമൻ. ഒരാൾ വിജയിക്കും, മറ്റൊരാൾ പരാജയപ്പെടും. സിദ്ധി, മുക്തി, നിർവ്വാണം എന്നീ ആത്മിക രംഗങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. ഒരാൾ ഒരു വഴി പോകുന്നു, മറ്റൊരാൾ മറ്റൊരു വഴി. അതിൽ കൂടുതൽ എളുപ്പമുള്ള വഴി പോലും ഉണ്ട്. ദില്ലിയിലേക്ക് കാൽനടയായി പോവാനും കഴിയും, കാളവണ്ടിയിൽ പോവാനും കഴിയും. അത് മാത്രമല്ല, ട്രെയിനിലും വിമാനത്തിലൂടെയും പോകാം. 80 സെക്കൻഡിൽ ചന്ദ്രനിലേക്ക് പോയിട്ടില്ലേ? പിന്നെ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പോകാൻ കഴിയില്ല? മനസ്സു പോകുമ്പോൾ ശരീരം പോകാനാകില്ലേ? മനസ്സു പോയാൽ ശരീരം പിന്നെ പോകുന്നു. പക്ഷേ അതിൻ്റെ ശതമാനം വളരെ കുറവായതിനാൽ അത് നമ്മൾ അനുഭവിക്കാറില്ല.